ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി വരനോട് ദേഷ്യപ്പെടേണ്ടി വരുമ്പോ നെഞ്ചു പൊട്ടി ആ കൈകളിലേക്കൊന്ന് വീഴ്ത്തിത്താ, എന്നൊന്ന് അവസാനിപ്പിച്ചതാ. അത്രയെങ്കിലും കരുണ എന്നോട് കാണിക്കും ഭഗവാനെ. അതെ, അരുതാതെ ചെയ്തിട്ട് ഭഗവാന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പോവരുത്. എനിക്ക് സംസാരിക്കാനുള്ളത് കേട്ടിട്ടേ പോകാവൂ. എനിക്കൊന്നും പറയാനില്ല. രാധികെ, എനിക്ക് കിട്ടാനുള്ള മറുപടി കിട്ടാതെ തന്നെ ഇവിടുന്ന് വിടില്ല. നോക്ക്, ആര് പറഞ്ഞിട്ട് ഇതൊക്കെ കാണിക്കുന്നത്? എന്നോട് ദേഷ്യപ്പെടാനും എന്നിൽ നിന്ന് അകലാനും തന്നോട് ആവശ്യപ്പെട്ടത് പ്രിയങ്കയാണോ അതോ എന്റെ അമ്മയാണോ? അകലാൻ എന്താ പ്രയാസം? നമ്മൾ തമ്മിൽ അടുപ്പമൊന്നുമില്ലല്ലോ. ഇല്ലേ? നോക്ക്, എന്റെ മുഖത്ത് നോക്കി നിഷേധിക്കും. രാധിക, ഈ പ്രശ്നം ഞാൻ പരിഹരിക്കാം. എടോ, തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ആരായാലും അവരെ ഞാൻ ചോദ്യം ചെയ്യാം. എടോ, താൻ ഇങ്ങനെ പെരുമാറുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് സഹിക്കാൻ പറ്റില്ല? ഞാൻ നിങ്ങളുടെ ആരുമല്ലെന്ന് പറഞ്ഞില്ലേ? ആവർത്തിച്ച് പറഞ്ഞിട്ടും പിന്നെ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നേ? എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ചീത്തയാക്കാനാണോ? അതോ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ തേടി പിടിക്കുന്നു എന്ന പഴി കേൾക്കാനാണോ? ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ എന്റെ മനസ്സിൽ ഒരു സ്ഥാനേ ഉള്ളൂ, ഒരു അന്യപുരുഷൻ. ഒരു അന്യപുരുഷൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച എനിക്ക് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യും, പറയാനുള്ളതൊക്കെ ഞാൻ പറയും. അത് കേട്ട് നിൽക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം എന്റെ മുന്നിൽ വന്ന് നിന്നാ മതി. ഈ ലോകത്ത് എത്രയോ ജീവികളുണ്ട്, അവയിൽ എത്ര എണ്ണത്തിന്റെ അടുത്ത് കാരുണ്യം കാണിക്കുന്നുണ്ട്. അങ്ങനെ കരുതിയാ മതി. ഒരു കൃമിയോ കീടോ ആണ് ഞാൻ. എവിടെയെങ്കിലും പോയി ജീവിച്ചു പോയിക്കോട്ടെ എന്ന് കരുതിക്കൂടെ? ദയവിത് എന്നെ ഇനി ഉപദ്രവിക്കരുത്. നിങ്ങൾ വലിയ വീട്ടിലെ പയ്യനാ, ഒരു ഭർത്താവാ. ആ കടമകളൊക്കെ ചെയ്തു തീർക്കാൻ നോക്ക്. അതെ, ആരോ നിന്റെ വായിൽ കുത്തി നിറച്ച വാചകങ്ങൾ അതൊക്കെ. ഇതിലൊന്നുപോലും സിൻസിയറായിട്ട് എന്റെ മുഖത്ത് നോക്കി പറയാൻ തന്നെ കൊണ്ടാവില്ല. നോക്ക്, ഈ പറഞ്ഞതിനപ്പുറത്ത് 1000 ഇരട്ടിയെങ്കിലും താൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്.